നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 736th day. Today 16th sloka of 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 736 ദിവസം, 7ാമത്തെ സ്കന്ധത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. തഥാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ, യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിന, ഗാണ്ഡീവ മുക്തേർവിശകേരുവാഹരേ, ത്വാക്രമ്യ യജ്ഞാസ്യസി ദഗ്ധപുത്ര. ഓം തത്സത്. തഥാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ, യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിന, ഗാണ്ഡീവ മുക്തേ വിശികേരുവാഹരേ, ത്വാക്രമ്യ യജ്ഞാസ്യസി ദഗ്ധപുത്ര. ഓം തത്സത്. തഥാ ശുച തേ പ്രമൃജാമി ഭദ്രേ, യത് ബ്രഹ്മബന്ധോ ശിര ആതതായിന. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം തത്സത്. ഗാണ്ഡീവ മുക്തേർ വിശികേർ ഉപാഹരേ, ത്വാം ആക്രമ്യ യത് സ്നാസ്യസി ദഗ്ധപുത്ര. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. ഭദ്രേ എന്ന് പറഞ്ഞാൽ കല്യാണി. തഥാ അപ്പോൾ, നിൻ്റെ ശുച കണ്ണീരുകളെ, ശുച എന്ന് പറഞ്ഞാൽ കണ്ണീരുകളെ, പ്രമൃജാമി തുടയ്ക്കുന്നേ. എപ്പോൾ എന്ന് വെച്ചാൽ ഏത് എപ്പോൾ, ആദതായിന ആയുധം ധരിച്ച് കൊല്ലാൻ വരുന്ന, ബ്രഹ്മബന്ധോ ബ്രാഹ്മണാധമനായിട്ടുള്ള അവൻ്റെ, ബ്രാഹ്മണന് മോശം പേരുണ്ടാക്കുന്ന തരത്തിലുള്ള ആൾ, ബ്രാഹ്മണൻ എന്ന് പറയാൻ കൊള്ളാത്ത ബ്രാഹ്മണൻ. ശിരസിനെ ഗാണ്ഡീവ മുക്തി, ഗാണ്ഡീവത്താൽ മോചിക്കപ്പെട്ടു, അതായത് ശിരസ് അറുത്തിട്ട്, വിശികെ ബാണങ്ങളെ കൊണ്ട്, ഉപാഹരെ നിൻ്റെ സമീപത്ത് കൊണ്ടുവരുന്നുവോ, യത് യാതൊന്നിനെ ആക്രമിച്ചിട്ട്, ദഗ്ധപുത്ര പുത്രന്മാരെ ദഹിപ്പിച്ചവളായിട്ട്, സ്നാസ്യസി നീ സ്നാനം ചെയ്യും. അതായത് ഇവിടെ അശ്വത്ഥാമാവ് പാഞ്ചാലിയുടെ എല്ലാ പുത്രന്മാരെയും ശിരസ്സറുത്ത് തീ കൊടുത്ത് കൊള്ളുകയും ശിരസ്സറുത്ത് ദുര്യോധനൻ്റെ മുൻപിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തു. ഇപ്രകാരം ചെയ്ത ആ അധമനായിട്ടുള്ള ബ്രാഹ്മണനെ എൻ്റെ ഗാണ്ഡീവം കൊണ്ട് ഞാൻ വധിച്ചിട്ട് ആ തല കൊണ്ടുവന്ന് നിൻ്റെ മുൻപിൽ വയ്ക്കും. ആ തലമേൽ ഇരുന്നു കൊണ്ട് നീ നിൻ്റെ പുത്രന്മാരുടെ കർമ്മങ്ങൾ ചെയ്ത് സ്നാനം ചെയ്യും. പുത്രന്മാരെ ദഹിപ്പിച്ചവളായിട്ട് സ്നാനം ചെയ്യും. ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയവർ വലിയവർ എന്നില്ല, ആത്മാവിന് വയസ്സില്ല. അതുകൊണ്ട് പുത്രന്മാരുടെ കർമ്മം മാതാപിതാക്കളും ചെയ്യും. അപ്രകാരം കർമ്മം, തൻ്റെ മരിച്ചുപോയ പുത്രന്മാരുടെ കർമ്മം നീ ആ അശ്വത്ഥാമാവിൻ്റെ തലയിൽ ഇരുന്നു കൊണ്ട് ചെയ്തിട്ട് സ്നാനം ചെയ്യും. കർമ്മങ്ങൾ ചെയ്താൽ പിന്നെ വീണ്ടും സ്നാനം ചെയ്യണം. അപ്രകാരം സ്നാനം ചെയ്യും എന്ന് അർജുനൻ ശപഥം ചെയ്യുകയാണ്. അതായത് അർജുനൻ അശ്വത്ഥാമാവിൻ്റെ തല അറുക്കാൻ പോവുകയാണ്, തലയറുത്ത് അവനെ വധിക്കാൻ പോവുകയാണ് എന്ന് പാഞ്ചാലിയോട് പറയണം. അതിനുശേഷം മാത്രം ഞാൻ നിൻ്റെ കണ്ണുനീർ തുടക്കാം, നിൻ്റെ കണ്ണുനീർ ഞാൻ
തുടക്കുന്നതിന് മുൻപേ ഞാൻ പോയി അശ്വത്ഥാമാവിനെ വധിച്ചിട്ട് തലയും കൊണ്ട് വരാം എന്ന് പറയുകയാണ് ഇവിടെ. ശ്ലോകം ഒരിക്കൽ കൂടി. തദാശുജസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിര ആദതായിന ഗാണ്ഡീവമുക്തൈർവിശികേരുപാഹരേ ത്വാക്രമ്യ യസ്നാസ്യസി ദഗ്ധപുത്ര. ദഗ്ധ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക. പുത്രന്മാരെ ദഹിപ്പിച്ചിട്ട് അവൻ്റെ തലയിൽ ഇരുന്നു കൊണ്ട് പുത്രന്മാരെ ദഹിപ്പിച്ചിട്ട് സ്നാനം ചെയ്യാം എന്ന് പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.